വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളെല്ലാം ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഒപ്പം മറക്കാതെ ഞങ്ങളുടെ GK വേൾഡ് ആൻഡ് PSC എന്ന FB പേജ് ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണ്ട പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ PSCയിൽ നിന്ന് ലഭിക്കുന്നത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പേജ് ലൈക്ക് ചെയ്യുന്നവർക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ്. ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോകരുത് പ്ലീസ്, ബിക്കോസ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ എക്സാംസിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് കാണാൻ സാധിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് നീങ്ങാം. ആദ്യത്തെ ചോദ്യം, ഇൻ വിച്ച് ഇയർ ദ ബ്രിട്ടീഷ് പാസ്ഡ് ദ വൈൽഡ് ബേർഡ് പ്രൊട്ടക്ഷൻ ആക്ട്? ഏത് വർഷമാണ് ബ്രിട്ടീഷുകാര് വൈൽഡ് ബേർഡ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ കൊണ്ടുവന്നത്? 1887, 1887. The British rulers passed the Wild Birds and Animal Protection Act in the year. ബ്രിട്ടീഷുകാര് വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയത്? 1912, 1912. In which list of the constitution is forest included? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ലിസ്റ്റിലാണ് ഫോറസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഉത്തരം കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആർ സബ്ജക്റ്റഡ് belong to dash list of constitution. അതും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. In which year was the Indian Forest Act was passed? ഏതു വർഷമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത്? 1927. The Environment അല്ലെങ്കിൽ The Conservation Act came into being in the year. കൺസർവേഷൻ ആക്ട് നിലവിൽ വന്ന വർഷമാണ് ഒക്ടോബർ 25, 1980. 1980 ഒക്ടോബർ 25. The Environment Protection Act was enacted in which year? Environment Protection Act നിലവിൽ വന്നത് 1986. ശ്രദ്ധിക്കുക, Environment Conservation Act വന്നത് ഒക്ടോബർ 25, 1980. The Environment Protection Act നിലവിൽ വന്നത് 1986. In which year was the annual tree planting festival of One Mahotsav initiated? ആനുവൽ ട്രീ പ്ലാന്റിംഗ് ഫെസ്റ്റിവൽ ആയ വൻ മഹോത്സവം ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1950. Name the Union Minister of Agriculture who was being launching of One Mahotsav. വൻ മഹോത്സവം ലോഞ്ച് ചെയ്ത യൂണിയൻ മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ ആരാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഉത്തരം KM മുൻഷി. In which month of every year is the One Mahotsav observed? എല്ലാ വർഷത്തിലും ഏത് മാസമാണ് വൻ മഹോത്സവം ആഘോഷിക്കുന്നത്? ജൂലൈയിലാണ്. In which year was the Wildlife Protection Act enacted? ഏത് വർഷമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്? ഉത്തരം സെപ്റ്റംബർ 1972. 9-ാം തീയതിയാണ്. എന്താണ്? 9-ാം തീയതി സെപ്റ്റംബർ 1972 വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. Who has the power to declare an area as sanctuary as per the Wildlife Protection Act? ആർക്കാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു ഏരിയയെ സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അണ്ടർ സെക്ഷൻ 18 പ്രകാരം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഒരു ഏരിയയെ സാങ്ച്വറി ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ഉള്ളത്. Who is the authority to grant any person a permit to enter in a sanctuary? ആർക്കാണ് ഒരാളെ സാങ്ച്വറിയിലേക്ക് കടത്തിവിടാനുള്ള പെർമിഷൻ നൽകുന്ന ഏത് അതോറിറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ദ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആണ് ഒരാളെ ഒരു സാങ്ച്വറിയിലേക്ക് കടത്തിവിടാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്.
The pH value of human blood is. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ pH വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 7.40. 7.40 ആണ് മനുഷ്യ ശരീരത്തിലെ ബ്ലഡിന്റെ pH വാല്യൂ. The rarest blood group is AB negative. ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ് AB നെഗറ്റീവ്. The metal present in hemoglobin is. ഹീമോഗ്ലോബിനിൽ പ്രസന്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അയൺ ആണ്. Age of fishes was known as Devonian. Devonian ആണ് the ages of fishes എന്ന് അറിയപ്പെടുന്നത്. The metal present in the chlorophyll is. ക്ലോറോഫില്ലിൽ പ്രസന്റ് ആയിട്ടുള്ള മെറ്റലിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മാഗ്നീഷ്യം. The important sugar in honey is. ഹണിയിലെ പ്രധാനമായിട്ടും വരുന്ന ഷുഗർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ്. The number of chromosomes in the human gene is. മനുഷ്യ ശരീരത്തിലെ ഹ്യൂമൻ ജീനിന്റെ ക്രോമസോമിന്റെ അളവ് അഥവാ ക്രോമസോമിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 46 ആണ്. Viticulture is related with grapes. Viticulture എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ഉത്തരം grapes ആണ്. The acid present in vinegar is acetic acid. വിനീഗറിലുള്ള ആസിഡ് കണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആസിറ്റിക് ആസിഡ് ആണ്. The longest and largest bone in the human body is. ഏറ്റവും വലുതും അതോടൊപ്പം തന്നെ നീളമുള്ള മനുഷ്യ ശരീരത്തിലെ ബോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഫീമർ ആണ്. ഫീമർ. The average weight of the human brain is. മനുഷ്യ ശരീരത്തിലെ മനുഷ്യന്റെ തലച്ചോറിന്റെ ആവറേജ് തൂക്കമാണ് പറയുന്നത്. 1400 grams. 1400 ഗ്രാം ആണ്. Which part of human brain is affected by alcohol? മനുഷ്യ ശരീരത്തിലെ ഏത് ഹ്യൂമന്റെ തലച്ചോറിനെയാണ് ആൽക്കഹോൾ അഫക്റ്റ് ചെയ്യുന്നത്? ഉത്തരം വരുന്നത് സെറിബെല്ലം. The first heart transplantation in India was in the year. ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഇന്ത്യയിലെ ഏത് വർഷമാണ് നടന്നത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഓഗസ്റ്റ് 3-ാം തീയതി 1994 The largest organ in the human body is. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സ്കിൻ ആണ്. ത്വക്ക്. Which type of lens is used to correct myopia? മയോഫിക്ക് എതിരെയായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കോൺകേവ് ലെൻസ് ആണ് മയോഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. There are several levels of protein structures. The most complex of which is. ഒരുപാട് പ്രോട്ടീൻ സ്ട്രക്ചറിൽ ഒരുപാട് ലെവൽസ് ഉണ്ട്. അതിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ക്വാട്ടനറി. എന്താണ്? ക്വാട്ടനറി. ക്വാട്ടനറി. Animals store glucose in the form. മൃഗങ്ങൾ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ എന്ന ഫോമിലാണ് ആനിമൽസ് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സയൻസിന്റെ കൂടെ വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്ട്രിയിൽ വരുന്ന കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. തീർച്ചയായിട്ടും ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പഠിക്കാതെ പോവരുത്. നിങ്ങൾക്ക് ഇത്തവണ വരുന്ന എക്സാമിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന മുൻപത്തെ എപ്പിസോഡിൽ ഇട്ട ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞു പോയ അതോടൊപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ എല്ലാ ക്ലാസ്സുകളും ഞങ്ങളുടെ മുൻപത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് പിന്നീട് വരുന്നതാണ്. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.